I don't know. I don't know anything about that. I like chocolate. I think the restaurant is good. I think that the movie was boring. In my opinion, vanilla is the best flavor of ice cream. I think exercise is good for health. She hates me. The sky is blue. The sun sets in the west. The sun rises in the east. I get up early every morning. I rarely drink tea. I always eat spicy food. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഏത് ടെൻസിലാണ് ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? ഇതെല്ലാം പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ടെൻസായി മാറുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ടെൻസ് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. നമ്മുടെ ശീലങ്ങളെ കുറിച്ച് പറയാൻ, ദിനചര്യകളെ കുറിച്ച് പറയാൻ, ജനറൽ ആയിട്ടൊരു കാര്യം പറയാൻ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ, ജനറൽ ആയിട്ടുള്ള ഫാക്ട്സുകളെ കുറിച്ച് പറയാൻ, ന്യൂസ് ഹെഡിങ് ആയിട്ടും അല്ലെങ്കിൽ ന്യൂസുകൾ എഴുതുന്നതിനും, സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി, സ്പോർട്സ് കോമന്ററി ആയിട്ട്, ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ഇവന്റ്സുകളെ കുറിച്ച് പറയാൻ, ഒരു ബുക്കിന്റെയോ അല്ലെങ്കിൽ ഫിലിമിന്റെയോ എല്ലാം സമ്മറി തയ്യാറാക്കുന്നതിന്, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഐ വേക്കപ്പ് അറ്റ് 7 AM എവറി മോർണിംഗ്. ഐ മേക്ക് സം ടീ എവറി മോർണിംഗ്. ഐ ചെക്ക് മൈ ഫോൺ. ഞാൻ എൻ്റെ ഫോൺ നോക്കുന്നു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഫോൺ നോക്കാറുണ്ട് അല്ലെങ്കിൽ ഫോൺ നോക്കുന്നു. ഐ മേക്ക് മൈ ബെഡ്. ഞാൻ എൻ്റെ ബെഡ് റെഡിയാക്കുന്നു. ഐ ടേക്ക് എ ഷവർ. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നു. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. അതായത് ഞാൻ ഓൾവേസ് അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ റെയർലി അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി. നമ്മൾ എത്രത്തോളം ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രീക്വൻസി എത്ര ഇടപെട്ടാണ് നമ്മൾ ആ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മളുടെ റുട്ടീൻ ആണ് എന്നുള്ളത് പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി. എക്സാമ്പിൾസ് നോക്കാം. ഐ നെവർ ഫോർഗെറ്റ് ടു ബ്രഷ് മൈ ടീത്ത്. ഞാൻ ഒരിക്കലും എൻ്റെ പല്ല് തേക്കാൻ മറക്കാറില്ല. ഐ ഓഫൺ ലിസൺ ടു ദ ന്യൂസ്. ഞാൻ പലപ്പോഴും ന്യൂസ് കേൾക്കാറുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ് എവറി വീക്കെൻഡ്. ഞാൻ എല്ലാ വീക്കെൻഡുകളിലും ഫുട്ബോൾ കളിക്കാറുണ്ട്. അതുപോലെ ഐ നെവർ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ റെയർലി ഈറ്റ് സ്പൈസി ഫുഡ്. ഇനി പൊതുവായ യാഥാർത്ഥ്യങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ഹ്യൂമൻസ് നീഡ് ഓക്സിജൻ. ദ ഹ്യൂമൻ ബോഡി ഹാസ് 206 ബോൺസ്. പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. എ മാഗ്നറ്റ് അട്രാക്ട്സ് അയൺ. അപ്പോൾ ഈ ഒരു ടെൻസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് അല്ല സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇതൊരു പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ അൺചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നമ്മളുടെ മെന്റൽ സ്റ്റേറ്റുകൾ ഐ ലൈക്ക് കോഫി താൽക്കാലികമാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് ശരിയായിരുന്നാൽ മതി. മെന്റൽ സ്റ്റേറ്റുകളെ നമ്മൾക്ക് ടെമ്പററി ആണെങ്കിലും ഈ ഒരു ടെൻസിൽ പറയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആക്ഷൻസ് നമുക്ക് ഈ ഒരു ടെൻസിൽ പറയാൻ കഴിയില്ല. അത് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. പെർമനന്റ് സിറ്റുവേഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹി വർക്ക്സ് ആസ് എ ഡോക്ടർ. അദ്ദേഹം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ദേ ലിവ് ഇൻ കേരള. അവർ കേരളത്തിലാണ് താമസിക്കുന്നത്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. ഷീ ടീച്ച്സ് ഹിസ്റ്ററി അറ്റ് എ ഹൈസ്കൂൾ. അവൾ ഹൈസ്കൂളിൽ എടുക്കുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. മൈ ഫാദർ വർക്ക്സ് അറ്റ് എ ബാങ്ക്. എൻ്റെ ഫാദർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ദ ബിൽഡിംഗ് ഈസ് വെരി ഓൾഡ്. ആ ഒരു ബിൽഡിംഗ് വളരെ പഴയതാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾക്ക് ഷെഡ്യൂൾഡ് ഫ്യൂച്ചർ ഇവന്റ്സുകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട്. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 6:30 PM. ആ ഒരു ട്രെയിന് 6:30 എത്തിച്ചേരുന്നു. അതൊരു ഷെഡ്യൂൾഡ് ഇവന്റ് ആണ്. അതായത് എല്ലാ ദിവസവും ആ ട്രെയിനിന്റെ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറഞ്ഞാൽ 6:30 ആണ്. അത് ഇന്നും ആ ഒരു സമയത്ത് എത്തിച്ചേരും. ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 8 PM. ആ ഒരു മൂവി 8 മണിക്ക് സ്റ്റാർട്ട് ആവും. ഒരു ഷോ കഴിഞ്ഞ് മറ്റൊരു ഷോയ്ക്ക് ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ആവും. ദ സ്റ്റോർ ഓപ്പൺസ് അറ്റ് 10 PM.
ആ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത് 10 മണിക്കാണ് എല്ലാ ദിവസവും. അപ്പോൾ ഇന്നും ആ ഒരു സ്റ്റോർ 10 മണിക്ക് ഓപ്പൺ ചെയ്യും. ദ പ്ലെയിൻ ലീവ്സ് ഇൻ 10 മിനിറ്റ്സ്. ആ ഒരു പ്ലെയിനിന്റെ ഷെഡ്യൂൾഡ് ടൈമിന് ഇനി 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു 10 മിനിറ്റിൽ ആ ഒരു പ്ലെയിൻ പുറപ്പെടും. ഇനി മറ്റൊരാൾക്ക് നിർദ്ദേശം അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയാണ് ഓപ്പൺ യുവർ ബുക്ക്. ബുക്ക് ഓപ്പൺ ചെയ്യൂ. അതുപോലെ നമ്മളോട് ഒരാൾ വഴി ചോദിച്ചു. ആ സമയത്ത് നമ്മൾ പറയാണ് ഗോ സ്ട്രേറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് അറ്റ് ദ കോർണർ. നേരെ പോയിട്ട് ആ ഒരു കോർണറിൽ നിന്ന് ഇടത്തേക്ക് തിരിയുക. അതുപോലെ ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ പറയാണ് മിക്സ് ദ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ആൻഡ് ആഡ് ദ എഗ് ആൻഡ് മിക്സ് ഇറ്റ് വെൽ. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യണം, അത് അയാൾക്ക് അറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ. ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ ഓപ്പൺ ദ ആപ്ലിക്കേഷൻ, ഗോ ഡൗൺ, സ്ക്രോൾ അപ്പ്, സ്ക്രോൾ ഡൗൺ എക്സെട്ര. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ആഗ്രഹങ്ങൾ, മെന്റൽ സ്റ്റേറ്റുകൾ. അതിനുപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ലൈക്ക്, ഹെയ്റ്റ്, ലവ്, പ്രിഫർ, ഫീൽ, ബിലീവ് എക്സെട്ര. ഐ വാണ്ട് എ ന്യൂ കാർ. എനിക്കൊരു പുതിയ കാറ് വേണം. ഷീ വാണ്ട്സ് എ സ്ലൈസ് ഓഫ് പിസ്സ. അവൾക്കൊരു പിസയുടെ സ്ലൈസ് വേണം. ഷീ വിഷസ് ദ നോയിസ് വുഡ് സ്റ്റോപ്പ്. അവൾ ആഗ്രഹിക്കുന്നു ആ ഒരു ബഹളം ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ. ജോൺ വിഷസ് ഹി വാസ് നോട്ട് സോ ബിസി. ജോൺ ആഗ്രഹിക്കുന്നു അവൾ ഇത്രമാത്രം ബിസി അല്ലായിരുന്നെങ്കിൽ. ഷീ വിഷസ് ഷീ ന്യൂ ഹൗ ടു ഡാൻസ്. അവൾ ആഗ്രഹിക്കുന്നു അവൾക്ക് ഡാൻസ് അറിയാമായിരുന്നെങ്കിൽ. വി വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ നിനക്ക് നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. അതുപോലെ സ്പോർട്സിന്റെ എല്ലാം കോമന്ററി ആയിട്ടും കഥകൾ നറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കേൾവിക്കാരന് ഒരു റിയൽ ടൈം എഫക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ ഒരു ഫീൽ കൊണ്ടുവരാനാണ് ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. രോഹിത് ഹിറ്റ്സ് ദ ബോൾ ടു ദ ബൗണ്ടറി. രോഹിത് ആ ഒരു പന്ത് തട്ടുന്നു. ദ ഫോക്സ് ലിവ്സ് ഇൻ ദ ഫോറസ്റ്റ്. കുറുക്കൻ കാട്ടിൽ താമസിക്കുന്നു. ആ കുറുക്കൻ താമസിക്കുന്നത് കാട്ടിലാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് പറയാമായിരുന്നു ദ ഫോക്സ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. ലിവ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു കഴിഞ്ഞ കാര്യമായിട്ട് കേൾവിക്കാരന് തോന്നുന്നു. ഇപ്പോൾ നടക്കുന്ന ഫീൽ കൊണ്ടുവരാൻ കഴിയില്ല. ദ ഫോക്സ് ലിവ്സ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു ഫീൽ വരും. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറി ആയിട്ടുള്ള മുയലിന്റെയും ആമയുടെയും കഥ നോക്കാം. ദ റാബിറ്റ് സീസ് ദ ടോട്ടോയ്സ്. മുയൽ ആമയെ കാണുന്നു. ഹി ലോഫ്സ് ബിക്കോസ് ദ ടോട്ടോയ്സ് ഈസ് വെരി സ്ലോ. മുയൽ ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ടോട്ടോയ്സ് വളരെ സ്ലോ ആയതുകൊണ്ട്. ദ റാബിറ്റ് ചലഞ്ചസ് ദ ടോട്ടോയ്സ് ടു എ റേസ്. മുയൽ ആമയെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യുന്നു. ദ റാബിറ്റ് റൺസ് ഫാർ അഹെഡ് ആൻഡ് ടേക്സ് എ നാപ്പ്. മുയൽ ആമയേക്കാൾ ഒരുപാട് ദൂരം മുന്നിലോടി ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എവിടെയും നമ്മൾ പാസ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടില്ല. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രോവർബ്സ് ആൻഡ് മാക്സിംസ്, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളും നമ്മൾ പൊതുവെ കാണുന്ന കോട്ടുകളെല്ലാം. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. അതുപോലെ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ഐഡിയ. ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഐഡിയ നല്ലതാണെന്ന്. ഷീ ബിലീവ്സ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. അവൾ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. മെനി പീപ്പിൾ വാല്യൂ ഓണസ്റ്റി. ഒരുപാട് ആളുകൾ ഓണസ്റ്റി എന്നുള്ള ആശയത്തെ എന്ന ക്വാളിറ്റിയെ വിലമതിക്കുന്നു. ഐ പ്രിഫർ ടീ ടു കോഫി. ഞാൻ കോഫിയേക്കാൾ ടീ പ്രിഫർ ചെയ്യുന്നു. അതുപോലെ ഒരു ബുക്കിന്റെയോ അല്ലെങ്കിൽ ഫിലിമിന്റെ എല്ലാം സമ്മറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടൈറ്റാനിക് എന്ന ഫിലിമിന്റെ ഒരു സമ്മറി എഴുതാണെന്ന് വെക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ സമ്മറി പറയാം. ഓൺ ദ ഗ്രാൻഡ് ഷിപ്പ് ടൈറ്റാനിക്, എ പുവർ ആർട്ടിസ്റ്റ് നെയ്മഡ് ജാക്ക് മീറ്റ്സ് ആൻഡ് ഫാൾസ് ഇൻ ലവ് വിത്ത് എ വെൽത്തി ആൻഡ് എൻഗേജ്ഡ് വുമൺ റോസ്. Their romance develops as a ship sails. Everything changes when the ship hits an iceberg and begins to sink. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു സമ്മറിയിൽ എവിടെയും പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടില്ല. ഷിപ്പ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫാബ്രിക് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രൊട്ടക്ടർ, കാറ്റിൽ നിന്നും കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു പ്രൊട്ടക്ടർ. അപ്പോൾ ആ ഒരു സെയില്
ആ ഒരു കപ്പിളിനെ സ്റ്റഡി ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ അവരുടെ പ്രണയവും ഡെവലപ്പ് ആവുന്നു. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് ജേർണലിസം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് വാർത്തകളുടെ ഹെഡിങ് ആയിട്ടും അതുപോലെ വാർത്തകൾ എഴുതുന്നതിലും നമുക്ക് കാണാൻ പറ്റും. പ്രസിഡന്റ് സൈൻസ് ന്യൂ ലോ. പ്രസിഡന്റ് ന്യൂ ലോ സൈൻ ചെയ്യുന്നു. സയന്റിസ്റ്റ് ഡിസ്കവർ ന്യൂ സ്പീഷീസ്. ശാസ്ത്രജ്ഞർ പുതിയ ജീവി ഇനങ്ങളെ കണ്ടെത്തുന്നു. ഗവൺമെന്റ് അനൗൺസസ് ന്യൂ പോളിസി. ഗവൺമെന്റ് പുതിയ പോളിസി അനൗൺസ് ചെയ്യുന്നു. ഇന്ത്യ വിൻസ് ക്രിക്കറ്റ് മാച്ച്. ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ വിജയിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ് ഓർ കൊളാപ്സസ്. സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നു. ഹോണ്ട ലോഞ്ചസ് ഓർ ഇൻട്രൊഡ്യൂസസ് ന്യൂ കാർ. ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു ഹാബിറ്റ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, വി ഈറ്റ് ഡിന്നർ അറ്റ് 7 PM. ഞങ്ങൾ എല്ലാ ദിവസവും 7 മണിക്ക് ഡിന്നർ കഴിക്കുന്നു. ദേ ആർ ഈറ്റിംഗ് ഡിന്നർ അറ്റ് ദ മൊമെന്റ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുമ്പോൾ ലുക്ക് ദ സൺ ഈസ് സെറ്റിംഗ്. നോക്ക്, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഹി പ്ലേസ് ഗിറ്റാർ ഓൺ വീക്കെൻഡ്സ്. ആഴ്ചകളുടെ അവസാനങ്ങളിൽ അവൻ ഗിറ്റാർ വായിക്കുന്നു. ഹി ഈസ് പ്ലേയിങ് വീഡിയോ ഗെയിംസ് നൗ. ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും നോക്കാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ പോസിറ്റീവാണ് ഐ അണ്ടർസ്റ്റാൻഡ്. ഹി ഡസന്റ് ലിവ് ഹിയർ. അവൻ ഇവിടെ താമസിക്കുന്നില്ല. ഷി ഡസന്റ് ഈറ്റ് മീറ്റ്. അവൾ മീറ്റ് കഴിക്കാറില്ല. ഐ എം നോട്ട് എ സ്റ്റുഡന്റ്. ഞാനൊരു സ്റ്റുഡന്റ് അല്ല. ഷീ ഈസ് നോട്ട് ഹാപ്പി. അവൾ ഹാപ്പി അല്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കഴിക്കാറില്ല. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ. ഡോണ്ട് യു വാണ്ട് ടു ഗോ. നിനക്ക് പോവണ്ടേ. ഡോണ്ട് ദേ ഹാവ് സ്കൂൾ. അവർക്ക് സ്കൂളില്ലേ. ഡസ് ഷീ ലൈക്ക് ടു ഡാൻസ്. അവൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ മെയിൻ യൂസേജസ് വരുന്നത്.